പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് 2025-26 അക്കാഡമിക്കൽ ഇയറിലേക്കുള്ള കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി PG, ഡിപ്ലോമ, അതുപോലെ തന്നെ LLB തുടങ്ങിയിട്ടുള്ള കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ, എൻട്രൻസ് വഴിയുള്ള അഡ്മിഷൻ്റെ ആരംഭിച്ചിട്ടുണ്ട്. പുതിയ വിവരങ്ങൾ സർവകലാശാല പഠന വകുപ്പിലെ സെൻറ്ററുകളിലേക്ക് PG, ഡിഗ്രി, ഡിപ്ലോമ പ്രോഗ്രാമിലേക്കും ത്രിവത്സര LLB പ്രോഗ്രാമിലേക്കുമുള്ള പ്രവേശനം 2025-26 അധ്യയന വർഷത്തിൽ കണ്ണൂർ സർവകലാശാലയിൽ ആരംഭിച്ചിട്ടുണ്ട്. യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള വിവിധ പഠന വകുപ്പുകളിൽ അതുപോലെ തന്നെ സെൻറ്ററുകളിൽ PG, ഡിഗ്രി, ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള അതുപോലെ തന്നെ മഞ്ചേശ്വരം ക്യാമ്പസിലേക്കുള്ള ത്രിവത്സര LLB പ്രോഗ്രാമിലേക്കുമുള്ള പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഓൺലൈൻ രജിസ്ട്രേഷൻ 16/4/2025 5 PM ആരംഭിക്കുന്നതും 15/2/2025 5 PM അവസാനിക്കുന്നതുമാണ്. മുൻ സെമസ്റ്റർ അതുപോലെ തന്നെ വാർഷിക പരീക്ഷകളെല്ലാം വിജയിച്ചതും എന്നാൽ അവസാന സെമസ്റ്റർ അല്ലെങ്കിൽ വാർഷിക പരീക്ഷ, ബിരുദ പരീക്ഷാ ഫലം കാത്തിരിക്കുന്നതുമായിട്ടുള്ള വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാവുന്നതാണ്. ഈ വിദ്യാർത്ഥികൾ അഡ്മിഷൻ്റെ അവസാന തീയതിക്കകം സർവകലാശാല നിഷ്കർഷിക്കുന്ന യോഗ്യത നേടിയിരിക്കണം. പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്ന അപേക്ഷകർ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അഥവാ www.admission.kannuruniversity.ac.in എന്ന ഓൺലൈൻ വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ അപേക്ഷ നൽകേണ്ടത്. PG, LLB പ്രോഗ്രാമിലേക്കുള്ള പ്രവേശനത്തിന് ഓൺലൈൻ രജിസ്ട്രേഷൻ ഫീസ് SC/ST വിഭാഗത്തിനും അതുപോലെ തന്നെ ഡിസാബിലിറ്റി ഉള്ള ആളുകൾക്കും 300 രൂപയും മറ്റു വിഭാഗങ്ങൾക്ക് 600 രൂപയുമാണ്. ഓരോ അധിക PG, LLB പ്രോഗ്രാമിനും അപേക്ഷിക്കുന്നതിൻ്റെ രജിസ്ട്രേഷൻ ഫീസ് 200 രൂപ കൂടും. അത് SC/ST വിഭാഗത്തിനാണ് 200 രൂപ കൂടുന്നത്. അതുപോലെ മറ്റുള്ളവർക്ക് 400 രൂപ വെച്ചിട്ടാണ് കൂടുന്നത്. ഒരു അപേക്ഷകന് പരമാവധി 4 വ്യത്യസ്തമായിട്ടുള്ള പ്രോഗ്രാമുകൾക്ക് നമുക്ക് അപേക്ഷ കൊടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ രജിസ്ട്രേഷൻ ഫീസ് ഡീറ്റെയിൽസ് ഇങ്ങനെയാണ്. PG, ഡിപ്ലോമ പ്രോഗ്രാമിലേക്കുള്ള പ്രവേശനത്തിന് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം നമുക്ക് രജിസ്ട്രേഷൻ ഫീ കാണിക്കാവുന്നതാണ്. അഥവാ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ സൈബർ സെക്യൂരിറ്റി ഇതിന് 500 രൂപയാണ്. SC/ST വിഭാഗങ്ങൾക്ക്, മറ്റു വിഭാഗങ്ങൾക്ക് 1000 രൂപയാണ്. പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ ഡാറ്റ സയൻസ് ആൻഡ് അനലിസ്റ്റിക് ഈ കോഴ്സുകൾക്ക് 500 രൂപ SC/ST വിഭാഗങ്ങൾക്കും 1000 രൂപയാണ് മറ്റുള്ള വിഭാഗങ്ങൾക്ക്. പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ യോഗ എഡ്യൂക്കേഷൻ അതിന് SC/ST വിഭാഗങ്ങൾക്ക് 250 രൂപയും അതുപോലെ തന്നെ മറ്റുള്ള വിഭാഗങ്ങൾക്ക് 500 രൂപയുമാണ് ഫീസ് വരുന്നത്. ഫീ ഒക്കെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് SBIയുടെ ഇ-പേ വഴിയാണ്. അത് ഓൺലൈൻ വഴിയാണ് നമ്മൾ ഫീ കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് ചെക്ക് വഴിയോ DD വഴിയോ ചലാൻ വഴിയോ അടക്കാൻ ശ്രമിച്ചാൽ അത് സാധിക്കുന്നതല്ല. ആ കാര്യം നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യുന്നത് അപേക്ഷയുടെ പ്രിൻ്റ് അതുപോലെ തന്നെ ഓൺലൈൻ പേയ്മെൻറ്റിൻ്റെ പ്രിൻ്റ് നമ്മൾ സൂക്ഷിച്ച് വെക്കണം. കാരണം നമ്മൾ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ അത് സമർപ്പിക്കേണ്ടതാണ്. ഡിപ്ലോമ പ്രോഗ്രാമുകൾ ഒഴികെ PG പ്രോഗ്രാമുകൾ ഓൺലൈനായി നടത്തുന്ന പ്രവേശന പരീക്ഷയ്ക്ക് ലഭിക്കുന്ന മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ പരീക്ഷ തീയതി പിന്നീട് അറിയിക്കുന്നതാണെന്ന് യൂണിവേഴ്സിറ്റി പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. MBA പ്രോഗ്രാമിൻ്റെ പ്രവേശനം CAMAT അതുപോലെ തന്നെ CMAT, CAT എന്നീ പ്രവേശന പരീക്ഷകളുടെ സ്കോറിൻ്റെയും ഗ്രൂപ്പ് ഡിസ്കഷൻ, ഇൻ്റർവ്യൂ എന്നിവയുടെ സ്കോറിൻ്റെയും അടിസ്ഥാനത്തിലായി എന്ത് ചെയ്യുക, MBAയുടെ അഡ്മിഷൻ നടക്കുക. പിന്നെ അതേപോലെ തന്നെ വെയിറ്റേജ്, സംവരണ ആനുകൂല്യം ആവശ്യമുള്ള വിദ്യാർത്ഥികൾ പ്രസ്തുത വിവരങ്ങൾ ഓൺലൈൻ രജിസ്ട്രേഷൻ അപേക്ഷയിൽ വ്യക്തമായിട്ട് രേഖപ്പെടുത്തണം. അല്ലാത്ത പക്ഷം അഡ്മിഷൻ സമയത്ത് പ്രസ്തുത രേഖകൾ ഹാജരാക്കിയാലും ഈ പറയപ്പെട്ട ആനുകൂല്യങ്ങൾ ലഭിക്കില്ല എന്ന് പ്രത്യേകമായിട്ട് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ വളരെ കൃത്യമായിക്കൊണ്ട് പ്രോസ്പെക്ടസ് പരിശോധിച്ച് നമുക്ക് ലഭ്യമായ കോഴ്സുകളെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അവയർനെസ് നേടിയതിനു ശേഷം മാത്രം ഓൺലൈൻ വഴി അപേക്ഷ കൊടുക്കാൻ ശ്രമിക്കുക. യൂണിവേഴ്സിറ്റി നോട്ടിഫിക്കേഷനുകളും അതുപോലെ തന്നെ മറ്റു എഡ്യൂക്കേഷൻ പരമായിട്ടുള്ള മുഴുവൻ ഡാറ്റകൾക്കും വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ ഫോളോ ചെയ്യുക. കൃത്യമായി നമുക്ക് അവകളെ സംബന്ധിച്ച് സംസാരിക്കേണ്ടതുണ്ട്. മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയിൽ ഗുഡ് ബൈ.